ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്നൊരു പാവയ്ക്ക കൊണ്ട് സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു പാവയ്ക്ക മസാല ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അതിനുവേണ്ടി ഞാനൊരു വലിയൊരു പാവയ്ക്കയുടെ പകുതി എടുത്തുള്ളേ. ഇതുപോലെ റൗണ്ടായിട്ട് നല്ല ഇതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്യണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എന്നുവെച്ചാൽ 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, നല്ല മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂണും, പിന്നെ ചാട്ട് മസാല 1/4 ടീസ്പൂണ്, പിന്നെ ഗരം മസാല ഒരു 3/4 ടേബിൾ സ്പൂൺ. ഇത്രയും മതിയേ. ഇനി ഉപ്പ് ഞാൻ ആ സമയത്തേ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾ ഓയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ആ ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൂടായി വന്നപ്പം നമ്മൾ പാവയ്ക്ക എടുത്ത് വെച്ച പാവയ്ക്ക റൗണ്ടിന് കട്ട് ചെയ്ത് വെച്ചില്ല, അതെടുത്തിട്ടു. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒരുമാതിരി പകുതി ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആ പാൻ തന്നെ എണ്ണ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇടുക. ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ച് അരിഞ്ഞു വെച്ച സവാളയില്ലേ, സവാളയും കൂടെ ഇട്ടിട്ട് സവാള പൊട്ടി കഴിയുമ്പോൾ സവാള ഇട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇടണം. വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാലും മതി. ഓൾറെഡി നമുക്ക് പാവയ്ക്കായ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മളെ. അപ്പം നല്ല അടിപൊളി ഒരു ഡിഷാണ്. പെട്ടെന്ന് പിള്ളേർക്ക് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ പിള്ളേർ വരെ കഴിക്കും. പാവയ്ക്കായ്ക്ക് വലിയ കയ്പും അറിയാൻ പറ്റത്തില്ല, മനസ്സിലാകത്തില്ല. പാവയ്ക്കയുടെ കയ്പ് മനസ്സിലാക്കാനേ പറ്റത്തില്ല ഇങ്ങനെ കറി വെച്ചാൽ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കണ് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്ക് അത് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒന്ന് വഴറ്റി അത് ഒന്ന് ചെറുതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പൊടികളില്ലേ, ഗരം മസാലയും മുളക് പൊടിയും ചാട്ട് മസാലയും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. അല്ലാതെ സവാള അങ്ങ് അതിൻ്റെ ആ കളർ ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി പൊടികളുടെയൊക്കെ. ഇനി നമ്മൾ ആദ്യം ഒരുമാതിരി റോസ്റ്റ് ചെയ്ത് വെച്ച് പാവയ്ക്കായില്ലേ, അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇത്രയും ഈ കുക്കിങ്ങിൻ്റെ ഇത്രയും ചെയ്തത്. ഇതിനിപ്പം നമുക്ക് ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റും. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ അത് ഞാനിപ്പം എല്ലാം ഒന്ന് മിക്സ് പാവയ്ക്കായും പിന്നെ സവാളയും എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിം എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ തുറന്ന് നോക്കുക, കറക്റ്റ് ആ പാവയ്ക്കായ്ക്കൊക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, സവാളയുടെ നമ്മൾ ആ മസാലകളൊക്കെ ഇട്ടതെല്ലാം പാവയ്ക്കായാലും ഒക്കെ നന്നായിട്ട് അതും പാവയ്ക്കായൊക്കെ മിക്സായി നന്നായിട്ട് കറക്റ്റ് ഇതിൽ കിട്ടി. ഇനിയിപ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.